ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഡേ 35 എപ്പിസോഡ് റിവ്യൂമായിട്ടാണ് വരുന്നത്. വീക്കെൻഡ് എപ്പിസോഡാണ്. അപ്പം ഇന്നത്തെ മെയിൻ എപ്പിസോഡിൽ മസ്താനിക്കുള്ള കുറച്ച് ശിക്ഷകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശൈത്യ പുറത്തായി. അതാണ് മെയിൻലി ഇന്നത്തെ ഒരു എപ്പിസോഡിലെ കണ്ടന്റ്. അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ ഇന്ന് വന്നേക്കുന്ന അടിപൊളിയായിട്ട് മറ്റേ മമ്മൂക്കയുടെ ഫേസൊക്കെയുള്ള മറ്റേ ഡ്രസ്സുമായിട്ടാണ്. അതിൽ മമ്മൂക്കയും ലാലേട്ടനും തമ്മിലുള്ള മൊമെൻറ്റ്സ് അങ്ങനെയൊക്കെ കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സുമായിട്ടാണ് വരുന്നത്. ഇന്ന് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് മമ്മൂക്കയ്ക്കുള്ള ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹൗസ് മേറ്റ്സിനെ കാണുന്നു. ഹൗസ് മേറ്റ്സിനോട് മമ്മൂക്കയുടെ ബർത്ത്ഡേ പറ്റി പറയുന്നു. അവരും വിഷ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സിലുള്ള മമ്മൂക്കയുടെ പടത്തെ പറ്റിയൊക്കെ അവർ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കണ്ണ് അനീഷിനെ ആണെന്നുണ്ടെങ്കിൽ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താ അനീഷെ എവിടെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അനീഷിനെ എന്നിട്ട് കൊണ്ടുവന്ന് നമ്മുടെ നൂറയുടെ ആദിലയുടെയും നടുക്കൊണ്ടുവരുന്നത്. കാരണം ഇപ്പോൾ ഒരു നേരത്തെ അനീഷിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അനീഷ് എപ്പോഴും ഫസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് നൂറ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അന്ന് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കേസിലാണ് അന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു. അതായത് ഒരാൾക്കൊരു സ്പെസിഫിക് സ്ഥലമൊന്നുമില്ല. അപ്പം പുള്ളി അപ്പോൾ മാറിയിരിക്കാൻ ഇതല്ലല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ലാലേട്ടൻ കൺവേ ചെയ്തതാണ്. അപ്പോൾ എന്നിട്ട് അനീഷിനെ കൊണ്ടുവന്ന് ആദിലയുടെ നൂറയുടെ ഇടയ്ക്കിരുത്തുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജിസേലിനോട് ചോദിക്കും. ജിസേൽ കഴിഞ്ഞ ദിവസം അനീഷിന് പാട്ട് പാടി ചെയ്യുന്നത്. അപ്പം പാട്ട് പാടി കൊടുക്കാൻ ജിസേലിനോട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണാന്തുമ്പി പോരാമോ പാടുന്നുണ്ട് ജിസേൽ. അപ്പം അനീഷ് അപ്പം പറയുന്നുണ്ട് കണ്ണാന്തുമ്പി പോരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത്, അനീഷ് നീ കുറച്ച് സ്നേഹമൊക്കെ കാണിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട് അന്നേരം ഒക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇരുത്തുന്നു. പിന്നെ വൈൽഡ് കാർഡിൻ്റെ പണികളെ പറ്റിയാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നമ്മളാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി ഉണ്ട് ഇന്ന് ഹൗസ് മേറ്റ്സിലും ഇപ്പോൾ നേരത്തെ ഉള്ളവരും വൈൽഡ് കാർഡ്സും തമ്മിൽ. അവരാണെങ്കിലും നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ അത് കഴിഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് അപ്പോൾ അക്ബർ ആണെന്നുണ്ടെങ്കിൽ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കിട്ടിയ പണി? അപ്പം അക്ബർ പറയുന്നുണ്ട്, ലാലേട്ടൻ എനിക്ക് വിഷമമുണ്ട്, ക്യാപ്റ്റൻ ആകാൻ പറ്റത്തില്ല. അപ്പോൾ അതിലൊരു വിഷമമുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ മാറ്റി നിർത്തുന്നതായിട്ടൊന്നുമില്ല. പക്ഷേ ബിഗ് ബോസ് തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഉള്ള പണിയുമായിട്ടാണ് ഇവർ വരുന്നത്, അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് കളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്കെതിരായിട്ട് കളിച്ചത്. അപ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ കളിച്ചത്, അല്ലാതെ ഇവർക്കെതിരായിട്ട് അങ്ങനെ കളിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി അതിനെ എതിർത്തൊക്കെ പറയുന്നുണ്ട്. ലക്ഷ്മി ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടാണ് സംസാരിക്കുന്നത്. പുള്ളിക്കാരി ഭയങ്കര നമുക്കൊരു എന്താ പറയുന്നത്, ഭയങ്കര വല്ലാതൊരു ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവരുടെ നേച്ചറായിരിക്കും അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തുണി വേഴ്സസ് പണി എന്ന് പറഞ്ഞാൽ ടാസ്ക് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ലാലേട്ട ജിഷനാണെങ്കിൽ ബസറിൻ്റെ മുന്നെയാണ് ബസർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്, അതുകൊണ്ടാണ് ഞങ്ങളവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ അതെന്നുണ്ടെങ്കിൽ എന്തുവാ ജിഷൻ പറയുന്നു, ഇല്ല നമ്മൾ ജിഷൻ അന്നേരം പറയുന്നുണ്ട്, എല്ലാ സാധനങ്ങളൊക്കെയാണ് ഞാൻ കറക്റ്റ് ഇറങ്ങിയതാണ് എനിക്ക് അറിയാം. അതുപോലെ തന്നെ അക്ബർ ആണെങ്കിൽ എൻ്റെ തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം എടുത്ത് എറിയുന്നുണ്ട്. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആഗ്രഹമുള്ള സാധനങ്ങൾ വണ്ടിക്കിലോ നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് എറിയുന്നത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി എന്നൊക്കെ ജിഷൻ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ടെങ്കിൽ ശരി, നിങ്ങളെ വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണിക്കുമ്പോൾ ബസർ കറക്റ്റ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ജിഷൻ, അതായത് ബസ്സിന് മുമ്പേ അല്ല ജിഷൻ ഇറങ്ങിയത്, ബസ്സിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും കൂടെ കൈയടിക്കുന്നു. അപ്പോൾ അവർ ഹൗസ് മേറ്റ്സ് പറയുന്നുണ്ട്, കണ്ടോ ജിഷൻ കറക്റ്റായിട്ട് അല്ല, അതായത് അക്ബറൊക്കെ പറഞ്ഞത് കറക്റ്റാണ്, അവർ ബസർ അടിക്കുന്നതിന് മുന്നെയാണ് ജിഷൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് അക്ബറിനോട് ലാലേട്ടൻ പറയുന്നുണ്ട്, സ്റ്റോർ റൂമിലാണെങ്കിലും ഒരു ഇതിരിപ്പുണ്ട്, എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട്. അപ്പം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഒരു ടീഷർട്ടാണ് ജിഷിന്. അപ്പോൾ അതിനകത്ത് എഴുതിക്കുന്നത് ലവിംഗ്ലി യുവർ മോഹൻലാൽ. ജിഷിന് ഭയങ്കര ഫ്ലാറ്റായി, ജിഷൻ ഭയങ്കര സന്തോഷമായി. അപ്പം ലാലേട്ടൻ പറഞ്ഞു നന്നായിട്ട് കളിച്ചു, പക്ഷേ ഉപയോഗിക്കുന്ന ഭാഷ സൂക്ഷിക്കണം എന്ന് ലാലേട്ടൻ ജിഷിനോട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും കൂടെ പറയുന്നത് ഭാഷ നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭാഷയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മസ്താനിയെ പിടിക്കുന്നത്. മസ്താനിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണ് ഡബിൾ മീനിങ് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും, ഞങ്ങൾക്ക് ഇതൊക്കെ കുറേ കേട്ടിട്ടുള്ളത്, ഇതൊക്കെ ഞങ്ങൾക്കും കേട്ടാൽ കുറേ അറിയാം, കുറേ ഓണമൊക്കെ ഉണ്ടാണെന്ന് ലാലേട്ടൻ പറഞ്ഞു. കാരണം മസ്താനി എന്ത് പറഞ്ഞാലും ഭയങ്കര ചീപ്പായിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വലിയ അറപ്പ് വന്ന് ഒരു സംസാരമാണ് ശരിക്കും പറഞ്ഞാൽ മസ്താനി അവിടെ കളിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത്, നിങ്ങളിതിങ്ങനെ കയ്യൂക്ക് കാണിക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ചീത്ത വിളിക്കുന്നതൊന്നും അല്ല ഗെയിം, നിങ്ങൾ മൈൻഡ് ഗെയിം കളിക്കണം, ഇൻ്റലിജൻ്റ് ആയിട്ട് കളിക്കണം, അല്ലാതെ ഇങ്ങനെ അല്ല ചെയ്യേണ്ടതെന്ന് ലാലേട്ടൻ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻ്റെ ടാസ്കിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം ലാലേട്ടൻ പറയുന്നത്, നിങ്ങൾ ഭയങ്കര ഫിസിക്കൽ അഗ്രഷനായിട്ടാണ് കളിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നിങ്ങൾ മൈൻഡ് ഗെയിം നല്ല ബുദ്ധിപരമായിട്ട് കളിക്കേണ്ട കളി നിങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഫിസിക്കലാക്കി കളഞ്ഞു എന്ന് പറയുന്നത്. എന്നിട്ട് അനീഷിനോട് ചോദിക്കുന്നുണ്ട്, അനീഷാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ പുതപ്പെട്ടിട്ടുള്ളതിനെ പറ്റി നിങ്ങളതെന്തിനാ അങ്ങനെ ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ ക്യാപ്പ് തലയിൽ വെക്കണം, നിങ്ങൾ നെഞ്ചത്ത് കൈ വെച്ചത്. അന്നേരം അനീഷ് പറയുന്നുണ്ട്, ആരൊക്കെയോ വന്നിട്ട് പുതപ്പൊക്കെ എൻ്റെ തലയുടെ മുകളിൽ കിട്ടിട്ട് ഞാനല്ല ഇട്ടത്, എൻ്റെ മുകളിൽ കിട്ടും, പിന്നെ എല്ലാവരും കൂടെ എൻ്റെ മുകളിലോട്ട് കിടക്കുവാണ്, എവിടേക്കോ കുറേ ഇടികിട്ടി, കഴുത്തിന് ഇടികിട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് വേദന ഒന്നുമില്ല, നിങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഓടുന്നുണ്ടല്ലോ. എന്നിട്ട് അനീഷ് പറഞ്ഞു, എത്ര വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ, അതായത് ഇവിടുത്തെ നിയമം അനുസരിച്ച് ഒരു ദിവസത്തിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പുറത്താക്കുമെന്നല്ലേ, അപ്പോൾ എനിക്ക് എന്ത് സ്ട്രഗിളും ഉണ്ടായാലും ഞാനിവിടെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് കാരണം
എനിക്കിതൊന്നും പ്രശ്നമല്ല എന്ന് അനീഷ് പറയുന്നുണ്ട്. എന്നിട്ട് അനുമോളോട് ചോദിക്കാം. അനുമോൾ അവിടെ ഏതൊരു ലോകത്ത്, എനിക്കൊന്നും മറ്റേ എപ്പിസോഡ്സ് രണ്ട് വീക്കെൻഡ് 2 എപ്പിസോഡ്സും ഓരോ ദിവസമല്ലേ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ മുന്നിലത്തെ എപ്പിസോഡ് അനുമോൾ നല്ല കിട്ടിയായിരുന്നല്ലോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അനുമോൾ ഇവിടെ നിന്നും അല്ല എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും അല്ലേന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം ഈ ക്യാപ്പിൻ്റെ ടാസ്കിനെ പറ്റി ഒക്കെ ജസ്റ്റ് ചോദിച്ചു വിടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അനീഷിനോട് പിന്നെ ചോദിക്കുന്നുണ്ട് മറ്റേ ഷാനവാസിൻ്റെ കൈ കടിച്ചു. അപ്പോൾ അനീഷ് പറയുന്നത് എനിക്ക് ഓർമ്മയില്ല, ഞാൻ അറിയാണ്ട് ഷാനവാസിൻ്റെ കൈ കടിച്ചു എന്നൊക്കെ പറയുന്നത്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഷാനവാസും പ്രണയും ശരിക്കും പറഞ്ഞാൽ ഈ എപ്പിസോഡിലില്ല, അവർ ആക്ടിവിറ്റി ഏരിയയിൽ ഇരുന്നാണ് കാണുന്നത്. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നിന്ന് അവർക്ക് വരാൻ പറ്റത്തില്ല 2 വീക്സ്. അപ്പോൾ അത് കാരണം അവരവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ സാബുവാനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാബുവാൻ പറഞ്ഞു നല്ല ഗെയിം നന്നായിട്ട് കളിച്ചു എന്നൊക്കെ വല്ല രീതി പറയുന്നു. അപ്പോൾ സാബുവാനോട് ചോദിച്ചു നിങ്ങളൊരു കുറ്റം പറയുന്നത് കണ്ടല്ലോ, മറ്റേ അനീഷിനെ പറ്റി കുറ്റം പറയുന്നത് കണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. അപ്പം എന്താ സാബുവാനെ പെട്ടെന്ന് കുറ്റം പറഞ്ഞത് കാണിച്ചോ എന്നൊക്കെ ഉള്ളൊരു ഇത് ആയി. പക്ഷേ പുള്ളി അന്നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി പറയുന്നുണ്ട്, ലാലേട്ടനോട് പറയുന്നുണ്ട് പുള്ളിയുടെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് വിഷ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വിഷ് ചെയ്യുന്നുണ്ട് ലാലേട്ടനെ. അത് കഴിഞ്ഞിട്ട് ജിസേലിനോട് ചോദിക്കുന്നുണ്ട്. ജിസേലിന് സ്റ്റിച്ചസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ജിസേൽ പറഞ്ഞു ഓക്കെയാണ്, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. പിന്നെ അക്ബറിൻ്റെ അടുത്താണ് ചോദിച്ചത്. അപ്പം രേണുവിനെയാണല്ലോ അക്ബർ ഒന്ന് പ്രൊട്ടക്ട് ചെയ്തത്. അപ്പോൾ രേണു ചേച്ചി ആദ്യമേ 3 പേര് ഷാനവാസും അക്ബറും രേണു അങ്ങനെ ഒരു ഗ്രൂപ്പിലായപ്പോഴേ രേണു ചേച്ചി പറഞ്ഞു എന്നെ കൊണ്ടൊന്ന് വയ്യ മോനെ ഒന്ന് കളിക്കാൻ, നിങ്ങൾ വേണമെങ്കിൽ കളിച്ചു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു രേണു ചേച്ചിക്ക്. പിന്നെ ഞാൻ കുറേ കഷ്ടപ്പെട്ടു രേണു ചേച്ചിയുടെ തൊപ്പി വയ്ക്കാൻ. ഞാൻ പിടിക്കുന്ന വഴിക്കടെ രേണു ചേച്ചി വരുന്നത്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നത് രേണു ആണല്ലോ മുടിക്കാണല്ലോ ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് തോന്നുന്നല്ലോ. അപ്പം അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അക്ബർ പറയുന്നത് ഇല്ല, രേണുവിന് ഡിഫൻസ് ഇല്ലായിരുന്നു, ഞാൻ പരമാവധി ട്രൈ ചെയ്തു, പക്ഷേ ഞങ്ങൾക്ക് ക്യാപ്പ് സേവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ബിന്നിയോടെ ചോദിക്കുന്നത്. അപ്പം ബിന്നി പറയുന്നത് ഞങ്ങളുടെ ടീമായിരുന്നു ലാലേട്ടൻ ഏറ്റവും വീക്കായിട്ടുള്ള ടീം. വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗേൾസ്, അതായത് ബിന്നി നൂറെ പിന്നെ അഭിലാഷുമാണ്. അപ്പം ഞങ്ങൾ കൂടുതലും ഡിഫൻസ് ആയിരുന്നു. അത് കാരണം നൂറെ ഞങ്ങൾ മാക്സിമം ഒളിപ്പിച്ച് വെക്കാനായിരുന്നു ഇരുന്നത്. അത് കാരണം കൂടുതൽ നമ്മളെ ഹത്ത് ചെയ്യാതെ കളിക്കാനാണ് ശ്രമിച്ചതെന്നൊക്കെ ബിന്നി പറയുന്നത്. അപ്പം നൂറയോട് പിന്നെ ചോദിക്കുന്നുണ്ട് അതിനെപ്പറ്റി. അത് കഴിഞ്ഞിട്ട് നൂറെ കൺഗ്രാജുലേറ്റ് ചെയ്യും, നൂറയാണല്ലോ ആ ടാസ്ക് ജയിച്ചത്. അപ്പം അഭിലാഷിനോട് പിന്നെ ചോദിക്കുന്നത് നൂറ് സെൽഫിഷ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അഭിലാഷ് പറഞ്ഞില്ല, ഞാനത് സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് കാണുന്നത്, അപ്പം അതെനിക്ക് സെൽഫിഷായിട്ട് തോന്നിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒനീലിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒനീലും നൂറെങ്ങടായിരുന്നല്ലോ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ കളിച്ചത്. അപ്പോൾ ഒനീലിനോട് ചോദിക്കുമ്പോൾ ഒനീൽ പറയുന്നില്ല, എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹുക്കിൽ അത് സാധനം കയറുന്നില്ലായിരുന്നു. അപ്പം അത് പക്ഷേ അതൊരു ഇതായിട്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല. ശരിക്കും ഞാനിതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ ഫസ്റ്റ് നൂറ് ജയിച്ചപ്പോൾ തന്നെ നൂറെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് അതിലൊരു പ്രശ്നമില്ല എന്ന് ഒനീൽ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത് നമ്മുടെ വൈൽഡ് കാർഡിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനെപ്പറ്റി. അതിനകത്ത് ജിഷിനായിരുന്നു ജയിച്ചത്. പിന്നെ ബാക്കി ഇപ്പം ജിഷിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സേവ് ആയല്ലോ. അപ്പോൾ അന്നേരം ബാക്കി 4 പേരും ഡയറക്റ്റ് നോമിനേഷനിലേക്ക് എത്തിയതിനെ പറ്റിയൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. ജിഷിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ പേഴ്സണൽ കാര്യം നല്ലതാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വിജയിച്ചതിൽ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് മറ്റേ ജിഷിനാണ് മറ്റേ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഡ്രസ്സ് കിട്ടിയതിനൊക്കെ താങ്ക് യു പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കുന്നത്, ഞാൻ വരുന്ന വഴിക്ക് മറ്റേ വീടിൻ്റെ മുകളിൽ ഒരു തുണി കിടക്കുന്നത് കണ്ടല്ലോ, ഏതാ മറ്റേ ലക്ഷ്മി ആര്യനും തമ്മിലുള്ള വഴക്കിൻ്റെ ഇടയ്ക്ക് ആര്യൻ്റെ അടുത്ത് എറിഞ്ഞ തുണിയെ പറ്റി. അപ്പം ലക്ഷ്മിയാണെങ്കിൽ മറ്റേ കഴിഞ്ഞ ദിവസത്തെ തുണിയുടെ ഇഷ്യൂവിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവരെ തുണി വെച്ചു, അപ്പം ഇങ്ങനെ വെക്കുന്നത് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം ഞാനത് എടുത്ത് അപ്പോൾ ആര്യൻ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആര്യം പറയുന്നുണ്ട് ഞാൻ ഇടാൻ വെച്ചിരുന്ന തുണി അപ്പം പെട്ടെന്ന് ബിഗ് ബോസ് ടാസ്കിന് വേണ്ടി വിളിച്ചു, അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് വന്നതാണ്, അപ്പം അത് കാരണമാണ് അത് ലക്ഷ്മി എടുത്തിട്ട് വെള്ള ഷർട്ടായിരുന്നു അതെടുത്ത് പുറത്തിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യം പറയുന്നുണ്ട്. പിന്നെ അതിനെപ്പറ്റിയൊക്കെ കുറച്ച് ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആര്യം സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ലക്ഷ്മി ഭയങ്കര റൂഡായിട്ടാണ് സംസാരിക്കുന്നത്, വന്ന ദിവസം തന്നെ എല്ലാവരും കുറ്റം കണ്ടുപിടിക്കുക, അപ്പോൾ ലക്ഷ്മി ഭയങ്കര റൂഡായിട്ടാണ് സംസാരിക്കുന്നതെന്ന് ജിസേൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷ്മിയോട് മറ്റേ കിച്ചൺ ടീമിന് ഭയങ്കര പരാജയമാണെന്ന് പറയുന്നതിനെ പറ്റി ലാലേട്ടൻ പറയുന്നുണ്ട്. അന്നേരം എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് കിച്ചൺ ടീമിൽ മറ്റേ ഇങ്ങനെ കുറച്ച് സാധനങ്ങളും മുകളിൽ മൊത്തം വെള്ളവുമായിരുന്നു, അങ്ങനെയാണ് അവർ ഫുഡ് കറിയൊക്കെ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ലക്ഷ്മിക്ക് കുക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ പറയുന്നത് അന്നേരം നിങ്ങൾ ഇത് കുക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ കുക്ക് ചെയ്യാൻ അറിയത്തില്ലെന്ന് കറക്റ്റായിട്ട് പറയണ്ടേ, അതിന് പകരം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാൻ പറ്റാത്ത പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന്. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശ സൈസിൻ്റെ ഇഷ്യൂവിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ അനുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട് ഇല്ല ലാലിട്ട് അത് അവർ വേറെ ആരോ കലക്കിയത്, ജിഷിനോ അങ്ങോട്ട് കലക്കിയത്, അപ്പോൾ ഇത്തിരി കൂടുതൽ വെള്ളമായിപ്പോയി, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അതിൽ എന്നിട്ട് പറയാം അല്ല ലാലിട്ട ഇവളാണെന്നുണ്ടെങ്കിൽ സാധാരണ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കുന്ന അനുവാണ്, പക്ഷേ അനുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വന്നപ്പോൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് കൊടുക്കാഞ്ഞത്, അപ്പോൾ അത്രയും കൊടുത്താൽ മതി, പ്രശ്നം ഉണ്ടാവട്ടെ എന്നൊക്കെ അനുവിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് അതിൽ ഡയറക്റ്റ് പറയുന്നുണ്ട്. അപ്പം ജിസേലിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ജിസേലെ ഫുഡിൻ്റെ കാര്യം. അപ്പം ജിസേൽ പറയുന്നത് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഭയങ്കര സ്നേഹത്തോടുകൂടി കൊടുക്കണം, സ്നേഹത്തോട് കൊടുത്തു കഴിയുമ്പോൾ അത് നമുക്കും സന്തോഷമാണെന്നുള്ള രീതിയിൽ ജിസേൽ പറയുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ നെവിൻ ആണെന്നുണ്ടെങ്കിൽ എന്തോ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് എന്താ കഴിക്കുന്നത്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ഞാൻ കുറച്ച് കേസരി ഉണ്ട്, പിന്നെ ആരോ കഴിച്ചതിൻ്റെ പായസത്തിൻ്റെ ബാക്കിയൊക്കെ കഴിക്കുന്നതിന് വരും. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ നെവിനെ ട്രോളുണ്ട്. അല്ലേ എന്ന് പറയുന്ന നെവിൻ്റെ സാധനം ഉണ്ടല്ലോ. അപ്പം നെവിനെ അതെങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം നെവിൻ പറയുന്നുണ്ട് ആടിൻ്റെ പിന്നെ ഒരു കുറച്ച് വേവിലും കൂടെ കൂട്ടിയിട്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് ആ നീട്ടുള്ള സാധനമൊക്കെ പുള്ളി പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസിയെ പറ്റി ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഉറങ്ങാൻ പറ്റിയല്ലോ അല്ലേ ഒരാഴ്ച. എന്നിട്ട് അനീഷിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നത് പരാജയപ്പെട്ട ക്യാപ്റ്റനാണ്, ഡിസിഷൻ ഒന്നും എടുത്തില്ല, എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി അടക്കുക എന്നൊക്കെ പറയുന്നത്. അനുവും ക്യാപ്റ്റൻ കൊള്ളില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് നല്ലതായിട്ട് ക്യാപ്റ്റൻസി കൊണ്ടുപോയി നിങ്ങൾക്ക് തോന്നുന്ന ആരൊക്കെയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി, ജിഷിന്, സാവുമാനൊക്കെ കൈവെക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം അക്ബർ പിന്നെ പറയുന്നുണ്ട് നെവിൻ ആണെന്നുണ്ടെങ്കിൽ ഹൗസ് മേറ്റിൽ വൈൽഡ് കാർഡ്സിന് എഗൻസ്റ്റുള്ള ഗെയിം ആയിരുന്നു കളിക്കാൻ പറഞ്ഞത്. ബിഗ് ബോസ് സ്പെസിഫിക്കലി പറഞ്ഞ അങ്ങനെ ഒരു ഗെയിമാണ്. പക്ഷേ നെവിൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫേവറസും കാണിച്ചു, വൈൽഡ് കാർഡ്സിൻ്റെ കൂടെ നിന്നു എന്നൊക്കെ പറഞ്ഞ് അക്ബർ അത് പറയുന്നുണ്ട്, പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ശൈത്യ ആണെങ്കിൽ പറഞ്ഞു റെസ്പോൺസിബിലിറ്റി വളരെ കുറവായിരുന്നു, വെസൽ ടീമിൻ്റെ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ നെവിൻ അതിനകത്തൊന്ന് ഒഴിഞ്ഞു പറയുന്നതൊക്കെ ശൈത്യ പറയുന്നുണ്ട്. ബിന്നി പിന്നെ പറയുന്നത് മറ്റേ പണിപ്പുര ടാസ്കിലാണെന്നുണ്ടെങ്കിൽ ബിന്നിയുടെ കൂടെ നെവിനായിരുന്നല്ലോ കയറിയത്, അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുള്ളത് ബിന്നി എടുത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത് മറ്റേ നമ്മളിവിടെ ഒരു പരാതിപ്പെട്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പരാതി ഇട്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ പരാതി വന്ന ആരെ പറ്റി. അപ്പോൾ നെവിൻ എഴുതിയിട്ട് പറയാം അക്ബറിനെ പറ്റിയാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞാൽ അക്ബറിനല്ല മസ്താനെ പറ്റിയാണെന്ന്. അപ്പോൾ മസ്താനിയുടെ മസ്താനെ ഇപ്പോൾ ചോദിക്കും. മസ്താനിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഒരു മോശമാണല്ലോ. ഇപ്പോൾ ലാലേട്ടൻ്റെ അടുത്തായാലും സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, നമുക്കൊരു കാണുമ്പോൾ ഭയങ്കര ഒരു ദേഷ്യം തോന്നും, ഒരുമാതിരി ഒരു റെസ്പെക്റ്റ് ഇല്ല അതുപോലെ സംസാരിക്കുന്നത് പോലൊരു സംസാരിക്കുന്നത്. അപ്പം ലാലേട്ടനോട് മസ്താനി ചോദിക്കും എന്തിനാണ് എന്നെ എന്തിൻ്റെ പരാതിയാണ് എനിക്കെതിരെ വന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ലാലേട്ടൻ പറയും നിങ്ങളാണെങ്കിൽ പുറത്തെ കാര്യങ്ങൾ വന്നിട്ട് ഇവിടെ വന്ന് പറയുന്നതിനെ പറ്റി ആണ് പരാതി എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ എന്നിട്ട് പറയും മസ്താനിയുടെ ഒരു ഇതെന്ന് പറയുന്നത് മസ്താനിക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും, പക്ഷേ കഴുകി വെക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് മസ്താനിയുടെ എന്ന് പറയുന്നുണ്ട്. അക്ബർ ആണെങ്കിൽ വെസൽ ഇഷ്യൂലാണ് മസ്താനി മോശമായിട്ട് പെരുമാറിയതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ശൈത്യയോട് ചോദിക്കും, ശൈത്യ പറയും മസ്താനി മൊത്തം പേഴ്സണൽ കാര്യങ്ങളെടുത്തത്, പുറത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് പറയും. അതുപോലെ തന്നെ റെനെ ആണെന്നുണ്ടെങ്കിൽ റെനയുടെ ബോയ് ഫ്രണ്ട് വീട്ടുകാരെയൊക്കെ വെച്ചിട്ട് മോശം, അതുപോലെ തന്നെ ഡബിൾ മീനിങ് ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ലാലേട്ട എടുത്ത് നോക്കുന്ന അറബി കല്യാണത്തെ പറ്റി പറയുന്നത് ശരിയല്ല, ലാലേട്ട അറബി കല്യാണത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് ശൈത്യ പറയുന്നുണ്ട്. അപ്പം മസ്താനോട് ലാലേട്ടൻ പറയും നിങ്ങളിങ്ങനെ പുറത്തെ കാര്യങ്ങൾ ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരം പറ്റില്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഹൗസ് മേറ്റ്സ് ഓരോരുത്തരായിട്ട് മറ്റേ മസ്താനിയുടെ ഇങ്ങനെയുള്ള ചിപ്പ് ഗെയിമിനെ പറ്റി പറയുന്നുണ്ട്, ബിന്നിയും അക്ബറും എല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ അക്ബർ പറയുന്നത് മറ്റേ രേണുസുധിയുടെ കേസിൽ മറ്റേ അന്നേരം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് മറ്റേ സുധിയുടെ കേസ് വന്നിട്ട് നിങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കിയില്ല. അപ്പോൾ അക്ബർ എന്നിട്ട് പറയുന്നുണ്ട് രേണുസുധി അവരുടെ ഭർത്താവിനെ, അപ്പോൾ എന്ത് കാര്യം വന്നു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിൻ്റെ കാര്യം പറയും, അവർ അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ അവരങ്ങനെ പറഞ്ഞതിൽ പിന്നെ രേണുസുധി ഫാമിലി പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ എടുത്തിട്ട് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞാൽ അതുപോലെ റെനയുടെ ഇത് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഡബിൾ മീനിങ് റോക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നുണ്ട്. പിന്നെ ജിസയിൽ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഫേക്കാണ്, മറ്റേ ലുക്ക് പ്ലാസ്റ്റിക് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഉള്ള മസ്താനി പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞല്ല അനുമോൾ എൻ്റെ ചെവി പറഞ്ഞാണ്. അപ്പോൾ അനുമോളോട് ചോദിക്കുമ്പോൾ അപ്പോൾ ജിസൽ പറയുന്നത് അനുക്കിന്ന് പറയുകയാണെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയാമല്ലോ, അനു എന്തിനാണ് മസ്താനിയുടെ ചെവി പോയി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലാസ്റ്റിൽ മസ്താനിക്ക് പണിഷ്മെൻ്റ് ആയിട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീക്സ് ഡയറക്റ്റ് വിഷനിൽ വരും. പിന്നെ മസ്താനിയുടെ പെട്ടി ബിഗ് ബോസ് പറയുന്നതിന് വരെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്ത ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ് വരുമ്പോൾ ലക്ഷ്മിയും മസ്താനിയും ഇങ്ങനെ പുറകെ മാറി, ബാക്കി എല്ലാവരും ചെയർ ലിവിംഗ് റൂമിൽ ഇരിക്കുന്നുണ്ട്. മസ്താനി മാത്രം ലക്ഷ്മി പുറകെ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ലാലേട്ടൻ പറഞ്ഞ ലക്ഷ്മി മുന്നോട്ട് വരൂ എന്നാ. അപ്പോൾ ബാക്കിയുള്ളവരാണ് ലാലേട്ടൻ ഇത് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി പോയിൻ്റ് ലാലേട്ടൻ വിളിക്കാൻ വേണ്ടി പുള്ളിക്കാരി അവിടെ നിൽക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു അതെ. അപ്പോൾ ലാലേട്ടൻ ലക്ഷ്മി ചോദിക്കുന്നത് ലാലേട്ടൻ ഇവർ പറയുന്നത് ഞാൻ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയാണെന്ന്. അപ്പോൾ എന്താ കാര്യം പറയൂ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ പറയാം ബാക്കിയുള്ളവർ ഇരിക്കട്ടെ ഇരുന്നിട്ട് പറയുന്നത് വെച്ചാൽ പുള്ളിക്കാരി അന്നേരം ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നമുക്കൊരു ഒരു ഇതില്ലാത്ത പോലെ തോന്നുന്നു. എന്നിട്ട് അപ്പം ബാക്കിയുള്ളവർ ഇരുന്ന് കഴിയുമ്പോൾ മറ്റേ വെസൽ ഇഷ്യൂവിനെ പറ്റി വീണ്ടും പുള്ളിക്കാരി ഇത് ചെയ്യുന്നു. രാത്രി അത്രയായിട്ട് കഴുകി വെക്കുന്നത് ശരിയായിട്ടുള്ള കാര്യം, അതായത് മസ്താനി സപ്പോർട്ട് ചെയ്തിട്ട് പുള്ളിക്കാരി പറയുകയാണ്. അപ്പം ലാലേട്ടൻ അത് പറയുന്നുണ്ട് പിറ്റേ ദിവസം ഓണാണ്, അക്ബറൊക്കെ കാര്യമായിട്ടുള്ള കാര്യമാണ്, പിറ്റേ ദിവസം ഓണാണ്. അപ്പോൾ അതുകൊണ്ടാണ് വെസൽ ക്ലീൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അക്ബറൊക്കെ എഴുന്നേറ്റ് എന്താ ഇത് പറയുന്നുണ്ട്. അതിൻ്റെ ഹൗസ് മേറ്റ്സ് എല്ലാവരും പറഞ്ഞത് ലക്ഷ്മി മസ്താനി വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് ഹൗസ് മേറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ വൽക്കട്സിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ മാറ്റി നിർത്തുന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ പറയുന്നുണ്ട് മാറ്റി നിർത്തുന്നതായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ മാറ്റി നിർത്തുന്നില്ല എന്നുള്ള രീതിയിൽ വീട്ടുകാരും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നോമിനേറ്റ് ആയിട്ടുള്ളവരെ എഴുന്നേപ്പിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരെ ഒരു ബോർഡിനകത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു 4 പേരുടെ പേര് ഒരു ഇത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് മറച്ച് വെച്ചേക്കും. അപ്പോൾ ഓരോരുത്തരെ വിളിച്ചിട്ട് ഓരോന്ന് ഓപ്പൺ ചെയ്യും. അപ്പോൾ അങ്ങനെ സേവ്ഡ് ആയത് റെന, ഫാത്തിമ, ആദില, അക്ബർ, ഷാനവാസ്, ഇത്രയും പേരാണ് സേവ് ആയത്. റിമൈനിങ് 4 പേരുണ്ട്, ആര്യന, ജിസേൽ, അനു, ശൈത്യ. അപ്പോൾ 2 പേരും സ്നേഹത്തോടുള്ള ആൾക്കാർ, 2 പേര് ശത്രുക്കൾ. നേരത്തെ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, ഇപ്പോൾ ശത്രുക്കളുള്ള ആൾക്കാർ. അപ്പം
ലാലേട്ടൻ പറയുന്നു നിങ്ങളാണെങ്കിലും ആരും ജിസയിലും കൺഫെഷൻ റൂമിലോട്ട് പോകാൻ പറയും. അപ്പം ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ പരസ്പരം സംസാരിക്കുക, എന്താ പോകുന്നതിന് മുമ്പ് എന്താണെന്ന് പറയാനുള്ളത്. അപ്പോൾ അവർ സംസാരിക്കുന്നുണ്ട്, ആരും ജിസയിൽ സംസാരിക്കുന്നത് നമ്മൾ പരസ്പരം കണക്റ്റഡ് ആണ്, നമ്മുടെ സോൾസ് കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ പുറത്ത് പോയാലും മറ്റേ നിങ്ങൾ അകത്ത് നിന്ന് കളിക്കുകയാണെങ്കിൽ നന്നായിട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയുന്നുണ്ട്. എന്നിട്ട് അവർ തിരിച്ചു വന്നു. പിന്നെ അതിനോട് ശൈത്യ പോകുന്നു. അപ്പം ഇവർ തമ്മിൽ മറ്റേ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യുന്നുണ്ട്, കരയുന്നുണ്ട്. ശൈത്യ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, എന്നിട്ട് നീ എന്നെ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ വൈൽഡ് കാർഡ്സ് വന്നു കഴിഞ്ഞപ്പോൾ വൈൽഡ് കാർഡ്സിന് നീ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ശൈത്യ പറയുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട് അവർ വന്നപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര സ്നേഹം തന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അവരുടെ അടുത്ത്. അപ്പോൾ അന്നേരമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് കരയുന്നുണ്ട്. പിന്നെ ഇവർ തിരിച്ചിറങ്ങി മറ്റേ കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടെ ലിവിംഗ് റൂമിൽ ആയിരുന്നു. പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് ശൈത്യ എവിക്റ്റഡായി എന്ന് പറയുന്നുണ്ട്. എല്ലാവരോടും പുള്ളിക്കാരി ബൈയൊക്കെ പറയുന്നുണ്ട്, എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു. നല്ല മാന്യമായിട്ട് പുള്ളിക്കാരി പോയി. വിഷമമുണ്ട്, പക്ഷേ എന്നാലും നല്ല നല്ല രീതിയിലാണ് ശൈത്യ ഇറങ്ങിയത്. പിന്നെ ലാലേട്ടൻ സ്റ്റേജിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ശൈത്യ വരുന്നു. ശൈത്യ എന്നിട്ട് ഇതുവരെയുള്ള ഹൈലൈറ്റ്സ് ഒക്കെ കാണിക്കുന്നു. പിന്നെ പക്ഷേ ശൈത്യ നമ്മൾ സാധാരണ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ പോകുമ്പോഴാണെങ്കിൽ നമ്മുടെ ഹൗസ് മേറ്റ്സിനെ ഒന്നുകൂടെ കാണിച്ചിട്ടാണല്ലോ അവിടെ. പക്ഷേ ശൈത്യ ഇത് കാണിച്ചില്ല. ചിലപ്പോൾ ഇനി അനു കുറച്ചുകൂടെ മറ്റേ ഓവറാക്കി ഇതാക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം എന്നിട്ട് ശൈത്യ ഇതിൽ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് പിന്നെ ലാലേട്ടൻ ഹൗസ് മേറ്റ്സിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം അവരെല്ലാം ശൈത്യമൊക്കെ കാണുമെന്ന് പ്രതീക്ഷയ്ക്ക് വരുന്നത്. പക്ഷേ കാണിക്കാത്തപ്പോൾ വന്നിട്ട് പറയുന്നു ലാലേട്ടൻ എല്ലാവരോടും ബൈ പറഞ്ഞ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ നമ്മൾ സ്റ്റേജിൽ നമ്മളോട് പറയുന്നത് അടുത്ത ആഴ്ച BB ഹൗസ് ഒരു സർക്കസ് കൂടാരാണ്, അപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് കാണാൻ ആകാംക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടന് ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകുന്നു. പിന്നെ കാണിക്കുന്നത് ഷാനവാസ് അതിൽ തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പോൾ ഷാനവാസ് ഈ ഒരു എപ്പിസോഡിൽ പുറത്തിരിക്കുമായിരുന്നില്ല, കഴിഞ്ഞ ആഴ്ചയൊക്കെ കുറേ ചീത്തയൊക്കെ വിളിച്ചായിരുന്നു. അപ്പം ഷാനവാസ് നൈസായിട്ട് അതിലോട് പറയുന്നുണ്ട് ഈ എപ്പിസോഡ് വരാഞ്ഞത് ഭാഗ്യമായിരുന്നു, ലാലേട്ടനാണെങ്കിൽ ഇത് ഫയർ ആയിരുന്നു, എല്ലാവരെയും ഫയർ ചെയ്തു, അപ്പോൾ ഞാനുണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് കിട്ടിയതിനെന്ന് ഷാനവാസ് അതിലോട് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലെ നൂറയുടെ ഒരു കോൺവെർസേഷനാണ്. അവരാണെങ്കിൽ അനീഷിനെ പറ്റി സംസാരിക്കണം. അപ്പം അനീഷാണെങ്കിൽ നൂറ് പറയുന്നത് അനീഷ് ഒറ്റയ്ക്കാണ് കളിക്കുക, എനിക്ക് പുള്ളിക്കാരൻ ഇൻസ്പയർഡ് ആണ്, പുള്ളിക്കാരനെ വന്നപ്പോൾ മുതൽ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്, എന്ത് മിസ്റ്റേക്ക് പുള്ളി തെറ്റായിട്ടുള്ള കാര്യമായിരിക്കും പറയുന്നത്, പക്ഷേ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും പുള്ളി ഗെയിം ഒറ്റയ്ക്കാണ് കളിക്കുന്നത്, ഗ്രൂപ്പിൽ. അതുകൊണ്ട് നമ്മളും അത് ഇത് ചെയ്യണം, നമ്മൾ ഗ്രൂപ്പിൽ ഇൻവോൾവ് ആയത്. അതായത് ഇങ്ങനെ നമ്മൾ എന്തുവാ ഓപ്പണായിട്ട് എല്ലാവരുടെ അടുത്തും പോയി ഇരുന്നില്ല. അപ്പം നമ്മൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഒപ്പീനിയൻ എടുത്ത് നമ്മൾ നമ്മുടെ ഒപ്പീനിയനായിട്ട് എടുക്കൽ. അതുപോലെ തന്നെ ബാക്ക് ബൈറ്റ് ചെയ്യാതിരിക്കാൻ നോക്കണം, അത് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പം സംസാരിക്കുകയാണെങ്കിൽ നിൻ്റെ അടുത്ത് മാത്രമേ സംസാരിക്കത്തുള്ളൂ, അപ്പം വേറെ ആരുടെ സംസാരിക്കാറില്ല, ഒരു കുറ്റവും ആരെയും പറയാറില്ല. അപ്പം അങ്ങനെ ചെയ്യപ്പോൾ അന്നേരം അതിൽ പറയുന്നത് ശരിയാണ്, മസ്താൻ ഇപ്പം കണ്ടില്ല, ഞാൻ ഓക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നൂറ് പറയുന്നുണ്ട് നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കണം, വീട്ടുകാരെ ഒന്നും വിളിക്കാൻ പാടില്ല, തേറി വിളിക്കരുത്, പിന്നെ വലിയ മനുഷ്യനാണ് ലാലേട്ടൻ, അപ്പോൾ ലാലേട്ടനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. അത് ഒരു നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ആ സംഭവം എടുത്തു, അത് അവർ തിരുത്താൻ തയ്യാറായിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അത് അവർ കളിക്കട്ടെ, അവർ നന്നായിട്ട് കളിക്കട്ടെ. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.